ഹലോ ജെയിംസ്, എന്ത് പറ്റിയിടാ? നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞെന്ന് വിഷമിച്ചിരിക്കുന്നത്? വാ കളിക്കാം നമുക്ക്. വേണ്ട, എനിക്ക് ഇന്ന് ടീച്ചറുടെ നിന്ന് ചീത്ത കേട്ടില്ലേടാ. നീ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ? എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്നെ എത്രയും വഴക്ക് പറഞ്ഞേ. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. വിഷമിക്കണ്ടടാ, ഞാൻ നിന്നെ സഹായിക്കാം. എന്തായിരുന്നു നിന്നോട് ചോദിച്ച ചോദ്യം? ഷുഡും മസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു രണ്ടും ഒരേപോലെയാണെന്ന്. ഇപ്പം നമ്മൾ പറയില്ലേ, യു ഷുഡ് ഡു, യു മസ്റ്റ് ഡു. ഇതിനകത്ത് ഇപ്പം എന്താ ഇത്ര വലിയ വ്യത്യാസമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചീത്ത കേട്ടത് കണക്കായിപ്പോയി. പഠിക്കുമ്പോഴേ പഠിക്കണം. ടീച്ചർ എത്ര തവണ അത് പറഞ്ഞു തന്നതാണെന്നറിയാമോ? എന്തായാലും നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം നീ മനസ്സിലാക്കേണ്ടത് ഷുഡും മസ്റ്റും രണ്ടും രണ്ടാണെന്നാണ്. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദേശം കൊടുക്കാനോ ഇല്ലെന്നാണെങ്കിൽ എന്തെങ്കിലും അവരുടെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനോ ഒക്കെയാണ്. നേരെ മറിച്ച് മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. അതവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അവരുടെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അവർക്കത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ നിർബന്ധമാണ്, അല്ലേ? അതിൽ നമ്മൾ ആരുടെയും ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ? ഓ, അത് ശരി, ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നോ? എനിക്കിത് ടീച്ചർ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഷുഡെന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കാനും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനും അല്ലേ? എന്നാൽ മസ്റ്റെന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യങ്ങൾ, നിയമങ്ങളെക്കുറിച്ച് പറയാൻ അല്ലേ? അതെ അതെ, മിടുക്കനായല്ലോ. ഇനി എന്തായാലും നാളെ ടീച്ചറുടെ അടുത്ത് പോയിട്ട് നീ ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക. ടീച്ചർ ഹാപ്പി ആകും. ഇനി മുതൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഉള്ളപ്പോൾ ഞാനെന്തിനാ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്?